ഒരു ദിവസത്തിൻ്റെ മനോഹരമായ രണ്ട് സമയങ്ങളാണ് പ്രഭാതവും സായാഹ്നവും. വളരെ മനോഹരമാണ് ഈ രണ്ട് സമയങ്ങൾ. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക എനർജി, ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ സായാഹ്നങ്ങളും വളരെയധികം മനോഹരമാണ്. സൂര്യൻ അസ്തമിക്കാനായിട്ട് പോകുന്നു, അതിൻ്റെ ഒരു പ്രകാശം. പക്ഷികൾ കൂടണയാൻ പോകുന്നു. എവിടെയൊക്കെ മനുഷ്യൻ അവൻ്റെ വിശ്രമങ്ങളിലേക്ക് പോകുന്നത് സായാഹ്നങ്ങളിലാണ്. മിക്കവാറും പ്രഭാതത്തേക്കാൾ കുറച്ചുകൂടി സന്തോഷം നൽകുന്നത് സായാഹ്നങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. സായാഹ്നങ്ങളിലാണ് മനുഷ്യൻ്റെ കൂടിവരവുകൾ, ഒത്തൊരുമിക്കലുകൾ, കൂട്ടായ്മകൾ, സന്തോഷങ്ങൾ പങ്കുവയ്ക്കലുകൾ സായാഹ്നങ്ങളിലാണ്. ഈ സായാഹ്നങ്ങളിൽ നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച പക്ഷികൾ കൂടണയുന്ന കാഴ്ചകളാണ്. നിങ്ങൾ ഒരു ഉയർന്ന മലയിലോ ടെറസിൻ്റെ മുകളിലോ ഒക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ കൂട്ടത്തോടെ പക്ഷികൾ കൂടണയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ ആ പക്ഷികളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുന്നിൽ ഒരു നേതാവില്ലാതെയാണ് ഇതുങ്ങൾ കൂട്ടത്തോടെ ഇങ്ങനെ ആ കൂട്ടം തെറ്റിപ്പോകാതെ ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക ഷേപ്പിൽ ഇതുങ്ങൾ കൂടണയാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വേദപുസ്തകത്തിൽ വളരെ പരിചയപ്പെടുത്തുന്ന, വളരെ ബുദ്ധിയുള്ള ജീവികളെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ സദൃശവാക്യത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു ജീവിയുണ്ട്. അത് വെട്ടുക്കിളിയാണ്. തിരുവെഴുത്ത് പറയുന്നത്, സദൃശവാക്യം 30-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വെട്ടുക്കിളിക്ക് രാജാവില്ല, എങ്കിലും അവകൾ അണിയണിയായി പുറപ്പെടുന്നു എന്ന ആ പദം വളരെ മനോഹരമാണ്. നോക്കൂ, ഈ പക്ഷിക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നേതാവില്ല എന്നാണ് ഈ സദൃശവാക്യം എഴുതിയിരിക്കുന്ന മനുഷ്യൻ പറയുന്നത്. ഇതിന് രാജാവില്ല, എങ്കിൽ പോലും അവകൾ കൂട്ടം തെറ്റാതെ, ലക്ഷ്യം തെറ്റാതെ അണിയണിയായിട്ട് കൂട്ടത്തോടെ ഇങ്ങനെ പോകുന്നു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. രാജാവില്ലാത്ത പക്ഷം, അല്ലെങ്കിൽ മുന്നിൽ നയിക്കാൻ ഒരു നേതാവില്ലാത്ത പക്ഷം, സ്വാഭാവികമായിട്ടും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് സംഭവിക്കാൻ സാധ്യതയുള്ളത് വഴി തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഒരു ലീഡർ, ഒരു നേതാവ് മുന്നിൽ വേണമെന്ന് ശഠിക്കുന്ന ഒരു മനോഭാവം സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പക്ഷി നമ്മളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ വെട്ടുക്കിളി എന്ന് പറയുന്ന ഈ പക്ഷിജാലകം നമ്മളെ പഠിപ്പിക്കുന്നത്, ഇതിന് പ്രത്യേകിച്ച് ഒരു നേതാവില്ല. ഇതിൻ്റെ മുൻപിൽ ഒരു നേതാവിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എങ്കിൽ പോലും അവകൾ അണിതെറ്റുന്നില്ല, അവറ്റകളെ ആരും ആക്രമിക്കുന്നില്ല. വളരെ ലക്ഷ്യബോധത്തോടുകൂടെ ഇതുങ്ങൾ കൂടണയുന്നതും അവിടെ നിന്ന് കൂട്ടത്തോടുകൂടെ പലായനം ചെയ്തു പോകുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു സാഹചര്യം നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ നിന്ന് നയിക്കാൻ നമുക്കൊരു നേതാവില്ല എന്ന് പുറത്തുള്ളവർക്ക് തോന്നുമായിരിക്കാം. മറ്റുള്ളവർ, നമ്മളെ കാണുന്നവർക്ക് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. ഇവരെങ്ങനെയൊക്കെ കടന്നു പോകുന്നു, എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി പോകുന്നു എന്നൊക്കെ പുറത്തുള്ളവർക്ക് തോന്നുമായിരിക്കാം. നമ്മുടെ പല ചെയ്തികളും, നമ്മുടെ പലവിധമായിരിക്കുന്ന നിലപാടുകളും തീരുമാനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ഒരു നേതൃത്വത്തിൻ്റെ കുറവ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ അത്തരത്തിൽ നേതാവില്ലാത്ത, രാജാവില്ലാത്ത അണികളല്ല. നമുക്ക് കൃത്യമായിട്ടും ഒരു രാജാവ് നമ്മുടെ മുൻപിലുണ്ട്. തിരുവെഴുത്തിൽ മീഖയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പ്രവാചകനായിരിക്കുന്ന മീഖ പറയുന്ന ഒരു വാക്കുണ്ട്. തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു, അവർ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും, അവരുടെ രാജാവ് അവർക്ക് മുൻപായി നടക്കും. തിരുവെഴുത്തിൽ ഇസ്രായേല്യരെ നോക്കി പറയുന്ന ഒരു വാക്കാണ്. പുതിയ നിയമത്തിൽ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് അത് വളരെ പ്രയോജനമുള്ള, വളരെ സ്വീകാര്യമുള്ള ഒരു ദൈവിക വാഗ്ദത്തമാണ്, അല്ലെങ്കിൽ ഒരു പ്രവചന ശബ്ദമാണ്. നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാൻ നമുക്കാരും ഉണ്ട് എന്ന് തോന്നുന്നുണ്ടാകത്തില്ല. പക്ഷേ നിശ്ചയമായിട്ട് നമ്മുടെ മുൻപിൽ ഒരു ഇൻവിസിബിൾ ലീഡറുണ്ട്, അദൃശ്യനായിരിക്കുന്ന ഒരു നേതാവ് നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഒരിക്കലും അവൻ നമ്മളെ വഴിതെറ്റിക്കത്തില്ല. നാട്ടുകാർക്ക് ഒരുപക്ഷെങ്കിൽ അവനെ കാണാനായിട്ട് കഴിയത്തില്ല, കൂടെ നിൽക്കുന്നവർക്ക് ഒരുപക്ഷെങ്കിൽ ആ നേതാവിനെ കാണാനായിട്ട് കഴിയത്തില്ല. പക്ഷേ ആത്മീക കണ്ണുള്ളവൻ, വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നവൻ, രക്ഷിക്കപ്പെട്ടവൻ, ആത്മീക ബോധ്യത്തിലും ആത്മീക മൂല്യങ്ങളിലും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായിട്ടും ഈ രാജാവിനെ കാണാനായിട്ട് കഴിയും. അവിടുത്തെ നേതൃത്വത്തിലാണ് നമ്മൾ നയിക്കപ്പെടുന്നത്. അവിടെ നിന്ന് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം വളരെ ജയകരമായി നടത്തപ്പെടുന്നത്. നമ്മളെ തകർത്ത് കളയാനാവുന്ന വിധം പിശാചുക്കൾ, ദുഷ്ടലോകത്തിലുള്ളവർ ശ്രമിച്ചിട്ടുണ്ട്, അല്ലേ? പക്ഷേ അവറ്റകൾ പരാജയപ്പെട്ടു പോയതല്ലാതെ നമ്മുടെ ജീവിതം ഇന്നുവരെയും കൂപ്പുകുത്താൻ ദൈവം അനുവദിച്ചിട്ടില്ല, തകർന്നു പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നമ്മളെ എല്ലാവർക്കും കയറി ആക്രമിക്കാം എന്നുള്ളൊരു ചിന്ത പുറത്തുള്ളവർക്ക് കാണുമായിരിക്കാം, പിശാചിൻ്റെ ലോകത്തിലുള്ളവർക്കും കാണുമായിരിക്കാം. പക്ഷെ അത്ര കണ്ട് അവർ ജയിക്കാനായിട്ട് പോകുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? മുന്നിൽ കരുത്തുറ്റ ഒരു നേതാവ് നിൽക്കുന്നുണ്ട്. ഒരിക്കലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത, അജയ്യനായിരിക്കുന്ന ഒരുവൻ
മുന്നിൽ നിൽക്കുന്നുണ്ട്. മരണത്തിന് പോലും അവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നെയാണ് ഇന്ന് വയർന്നു കയറുന്ന ചില്ലറ പ്രശ്നങ്ങൾ. അവനാണ് നമ്മളെ നയിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാളില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടരുത്. ഒരാൾ നിങ്ങൾക്ക് ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത അദൃശ്യനായ ഒരുവൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കൂട്ടം തെറ്റിപ്പോകാതെ, മറ്റൊരുത്തൻ വന്ന് നിങ്ങളെ ആക്രമിക്കാതെ, നിങ്ങളെ കൂടണയിപ്പിക്കാൻ, നിങ്ങളെ ലക്ഷ്യത്തിലെത്തിച്ചേർക്കാൻ ആ രാജാവ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. 25 ലക്ഷം വരുന്ന ഇസ്രായേലിയരെ മിസ്രൈമിൽ നിന്ന് മോശ വിളിച്ചിറക്കി കൊണ്ടുവരികയാണ്. മോശയുടെ നേതൃത്വത്തിലാണ് ഇസ്രായേലിയർ പുറപ്പെട്ടു വരുന്നത്. പക്ഷെ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്കും ഈ നേതൃത്വം അംഗീകരിച്ച് വന്ന എല്ലാവരും മോശയ്ക്കെതിരെ നിൽക്കുകയാണ്. അങ്ങ് മിസ്രൈമിൽ ഞങ്ങൾക്ക് ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇങ്ങ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചുകൊണ്ട് മോശയ്ക്ക് നേരെ വലിയ ശബ്ദമുണ്ടാക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. മോശ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ അദ്ദേഹം ഇങ്ങനെ ഭയപരവശനായി നിൽക്കുമ്പോൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭയങ്കര സംഭവം എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. അവരുടെ മുമ്പിൽ നിന്ന ദൂതൻ അവരുടെ പുറകിൽ പോയി നിന്നു എന്ന് നമ്മൾ ആ വേദഭാഗത്ത് നമുക്ക് വായിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. 25 ലക്ഷം വരുന്ന ജനം മുന്നിൽ നിൽക്കുന്ന മോശ എന്ന നേതാവിനെയാണ് കാണുന്നതെങ്കിൽ ആ മോശയ്ക്ക് മുന്നിൽ നിന്ന ഒരു ദൂതനെ നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് അവരുടെ അദൃശ്യനായിരുന്ന ഒരു നേതാവായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നയിക്കാൻ, നിങ്ങളെ നടത്താൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൈക്ക് പിടിച്ച് നിങ്ങളുടെ ഉന്നമനങ്ങളിൽ നിങ്ങളെ എത്തിക്കാൻ ഒരാളില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങളതിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. മോശയുടെ മുന്നിൽ ഒരു ദൂതൻ നിന്നതുപോലെ, അവൻ്റെ മുൻപിൽ ഒരുത്തൻ അവരെ നിന്ന് നയിച്ചതുപോലെ, ആ 40 കൊല്ലം കനാനിൽ അവരെ എത്തിച്ചേരുന്നത് വരെയും ആ ദൂതൻ അവരുടെ മുന്നിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നു. നിശ്ചയമായിട്ടും ദൈവ പൈതലേ, നീ അങ്ങ് മുകളിൽ എത്തുന്നത് വരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നീ ചേർക്കപ്പെടുന്നത് വരെ നിന്റെ വിശ്വാസ ജീവിതത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവുണ്ട്. അതുകൊണ്ട് നീ രാജാവില്ലാത്ത അണിയല്ല. നിന്റെ മുമ്പിൽ അദൃശ്യനായിരിക്കുന്ന ഒരു രാജാവുണ്ട്. തകർക്കുന്നവൻ നിന്റെ മുമ്പിലുണ്ട്. ഏത് പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ നിങ്ങളെ ജയത്തോടെ നടത്തും. ഒരിക്കൽ പോലും തോൽവി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഒരു വ്യക്തി പോലും നിങ്ങളെ ആക്രമിക്കത്തില്ല. കാര്യം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ അദൃശ്യനായിരിക്കുന്ന നേതാവിന് ഭയങ്കര കരുത്തുണ്ട്. ആ വ്യക്തിയെ തോൽപ്പിക്കാൻ ഇന്ന് വരെ ലോകത്തിൽ ഒരു നേതാവും എഴുന്നേറ്റിട്ടില്ല എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ മുമ്പിൽ കീഴടങ്ങാത്ത ഒറ്റ വസ്തുതകളുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ അദൃശ്യനായിരിക്കുന്ന നേതാവിനെ നോക്കി മുന്നോട്ട് പോകുക. എബ്രായ ലേഖനം 12:2 അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ട്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ യേശുവിനെ നോക്ക്. അവൻ നിങ്ങളെ വഴിതെറ്റാതെ അക്കരെ എത്തിക്കാൻ മതിയായവനാണ്. ഒരുത്തൻ പോലും ആക്രമിക്കാതെ അവൻ നിങ്ങളെ സുരക്ഷിതമായി നടത്താൻ അവൻ മതിയായവനാണ്. കൂട്ടത്തിൽ ഒന്നുപോലും വഴിപിഴച്ചു പോകാതെ അവൻ നിങ്ങളെ അണിയണിയായി പുറപ്പെടുവിക്കുന്നവനാണ്. ഏറ്റവും ബുദ്ധിയുള്ള ജീവികളിൽ ആ സദൃശ്യവാക്യം എഴുതിയിരിക്കുന്ന മനുഷ്യൻ പറയുന്നു, ഏറ്റവും ബുദ്ധിയുള്ള ജീവിയിൽ വെട്ടുക്കിളിയാണ് ഏറ്റവും ബുദ്ധിയുള്ള ജീവി. അവയ്ക്ക് രാജാവില്ലെങ്കിലും അവ അണിയണിയായി പുറപ്പെടുന്നു. അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, കാണുന്നവർക്ക് അതിനൊരു രാജാവുണ്ടെന്ന് തോന്നുന്നുണ്ടാകത്തില്ല, പക്ഷെ ഒരു അദൃശ്യനായ രാജാവ് അതുങ്ങളുടെ മുമ്പിലുണ്ട്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും അദൃശ്യനായിരിക്കുന്ന ഒരു രാജാവ് മുൻപിലുണ്ട്. ആ രാജാവിനെ നോക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.